केरल से फर्स्ट से आएंगे, केरल से फर्स्ट से आएंगे, केरल से फर्स्ट में आएंगे. ഇന്നലെ കോഴിക്കോടിൻ്റെ മണ്ണിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറി ഡയമണ്ട് കളക്ഷൻ ഉദ്ഘാടനത്തിന് വേണ്ടി മോണോലിസ കേരളത്തിലെത്തിയ മോണോലിസയെ വളരെ സന്തോഷപൂർവ്വമാണ് മലയാളികൾ വരവേറ്റത് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. കാരണം പല കമൻറ്റുകളും കണ്ടത് ഇതുപോലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയും അവരെ പ്രശസ്തിയുടെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുകയും ചെയ്ത ബോബി ചെമ്മണ്ണൂരിന് അഭിനന്ദനങ്ങൾ എന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും പറഞ്ഞത്. അതിൽ ചില നെഗറ്റീവ് വോളുകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന ചില ആളുകളുണ്ട്, അവരെ നമുക്ക് മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ഇതൊരു വലിയ കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത്. അതിലൂടെ ചില മറുപടികളൊക്കെ അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതും ശരിയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറയുന്ന മോണോലിസവുമായി ബന്ധപ്പെട്ട് പല ആളുകളും പറഞ്ഞത് ഇവർക്ക് അവിടെ വിദ്യാഭ്യാസമില്ല, ഇവർക്ക് സ്കൂൾ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുമുണ്ട് എന്നൊക്കെയായിരുന്നു പല ആളുകളും പറഞ്ഞത്. അതിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് വരെ മോണോലിസയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അവിടെ സ്കൂളുകളില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, ഞാൻ സ്കൂൾ കണ്ടിട്ടില്ല. കേരളമാണെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ വില ഇപ്പോഴാണ് തിരിച്ചറിയുക. യഥാർത്ഥ ശരിയാണ്, ഞാൻ ജനിച്ച മണ്ണിൻ്റെ വില എനിക്ക് നന്നായി തിരിച്ചറിയാം. കേരളം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മണ്ണ് തന്നെയാണ്. പക്ഷേ ഇന്ത്യ എന്നൊരു വികാരം കൂടെയുണ്ട്. അവിടെ പറയുമ്പോൾ പറയാം, പക്ഷേ ഫാക്റ്റായിട്ട് തന്നെ പറയാൻ ശ്രമിക്കണമെന്നത് സത്യമല്ലേ? അതാണ്. പക്ഷേ ഇവിടെ മാധ്യമ പ്രവർത്തകരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. അവർ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. പക്ഷേ ഇവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൊണോലിസയ്ക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല. എന്നിട്ട് മൊണോലിസയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി എന്താണ്, ആർക്കാണ് വിവരം ഇല്ലാത്തത്, ആർക്കാണ് വിവരം ഉള്ളത്, എന്തരടേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നു സോഷ്യൽ മീഡിയ അല്ലേ? തീർച്ചയായിട്ടും വാർത്ത നമുക്ക് ആരെയും അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉള്ള ഇതിൽ താല്പര്യവും ഇല്ല. എല്ലാവർക്കും വാർത്ത പറഞ്ഞതുപോലെ എല്ലാം അറിയണമെന്നില്ല. എനിക്കൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ ഒരു ചാനലിൽ നിന്ന് ഔട്ടായ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറയുന്നതിൽ നാണക്കേടുമില്ല. കാരണം ഞാൻ പഠിച്ചതൊരു മലയാളം മീഡിയം സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ. പിന്നീട് ചിലപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് അത്രത്തോളം എൻ്റെ ലൈഫിൽ എനിക്കത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ അതിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ BA മലയാളം എടുത്തത് കൊണ്ട് ജയിക്കാൻ വേണ്ടി മാത്രം എങ്ങനെയോ കാണാപ്പാഠം പഠിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മാധ്യമ സിംഗങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയാം, ഉത്തരേന്ത്യ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചിലുണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു വീഡിയോ സമർപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരും ഷെയറായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ മാധ്യമ പ്രവർത്തനം ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഒരു സാഹചര്യത്തെ അദ്ദേഹം കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു ഭാഷയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകരല്ലേ, അതുകൊണ്ട് എല്ലാം അറിയണ്ടേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ, നിങ്ങൾക്ക് മലയാളം അറിയണ്ടേ, നിങ്ങൾക്ക് മറ്റു ഭാഷകൾ അറിയണ്ടേ, അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല, ഇവിടുത്തെ പഴയ യുവജന കമ്മീഷനായിരുന്ന അധ്യക്ഷ ചിന്തോ ജെറോമിന് അറിയില്ല, A റഹീമിന് വലിയ പിടിയില്ല, സഹാക്കന്മാർക്കൊന്നും വലിയ പിടിയില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പണ്ട് സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയണം. നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി അല്ല. അതുകൊണ്ട് നമ്മളത് അറിഞ്ഞു വയ്ക്കണമെന്നൊന്നുമില്ല. പിന്നെ ഒരു മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് മാധ്യമ സിംഗങ്ങൾ, ഈ വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെന്നൊക്കെ അഹങ്കരിച്ച് നടക്കുന്നവർ ഒരുപക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അതൊരു ആളുകൾ അത്തരത്തിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ യൂട്യൂബേഴ്സ് അല്ലേ, നമുക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും വലിയ പ്രശ്നമില്ല. ഇവരൊക്കെ വലിയ ചാനലിലുള്ളവരല്ലേ, അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന വലിയ ചാനലുകളെല്ലാം പ്രവർത്തിച്ചവർ തന്നെയല്ലേ നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ഉത്തരേന്ത്യ എന്ന് കേൾക്കുമ്പോഴാണ് കേരളത്തിൽ 100% സാക്ഷരതയാണ്. ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഞങ്ങൾ നമ്പർ 1 ആണെന്ന് പറയുന്ന ആളുകൾ തന്നെ ഒരു അസുഖം വരുമ്പോൾ അമേരിക്കയിലേക്കാണ് ഓടുന്നത്. അവരെ മക്കളെ പഠിപ്പിക്കുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ചൈനയിലും ഒക്കെ വിട്ടാണ് അവരെ മക്കളെ പഠിപ്പിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നമ്പർ 1 എന്ന് പറയുമ്പോഴാണ് ഇവരെയൊക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതും ഇവരൊക്കെ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. അതായത് സാധാരണക്കാരൻ ഇവിടെ പഠിച്ചോളണം, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇംഗ്ലീഷിൽ PhD എടുത്ത ഒരു മന്ത്രിയാണ് നമുക്ക് ഇരിക്കുന്നത്. ആ മന്ത്രി പറയുന്നത് വീട് മൊത്തം എൻ്റെ തലയ്ക്കകത്താണ് എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് അദ്ദേഹം ജയചന്ദ്രൻ മരിച്ചപ്പോൾ ജയചന്ദ്രൻ ഇരിങ്ങാലക്കുട പ്രൈഡ്സ് എന്ന് പറഞ്ഞ ഒരു
വിദ്യാഭ്യാസ മന്ത്രിയാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ വിവരത്തിൻ്റെ കാര്യത്തിൽ മന്ത്രിമാർ തന്നെ ഇങ്ങനെയുള്ളപ്പോൾ റിപ്പോർട്ടർമാർക്ക് ഇത്തരത്തിൽ ഒരു ചെറിയ തെറ്റുകൾ പറ്റിയാൽ അത് നമ്മൾ അങ്ങ് ക്ഷമിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഒരു പാഠമാണ്. അതായത് മാധ്യമ പ്രവർത്തനത്തെ രണ്ട് രീതിയിൽ കാണുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്. യൂട്യൂബേഴ്സിനെയൊക്കെ പുച്ഛമാണ് അവർക്ക്. കാരണം ഇവരുടെ യൂട്യൂബ് ചാനലുകളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതെന്ന് ഇവർ അറിയുന്നില്ല. കാരണം ഇപ്പോൾ ആരാണ് ടി വിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് 24 മണിക്കൂർ ഇത് കണ്ടുകൊണ്ടിരിക്കുക? യൂട്യൂബിലാണ്. അടുപ്പൂട്ടി ചർച്ച, ജിഹാദിയുടെ ചർച്ച വരെ നമ്മൾ കാണുന്നത് യൂട്യൂബിലാണ്, ചാനലിൽ ഇരുന്നിട്ടല്ല. അപ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ വളരെ പുച്ഛമാണ്. യൂട്യൂബിലാണോ ജോലി ചെയ്യുന്നത്? പക്ഷേ നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന, ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിയുന്ന എത്ര യൂട്യൂബർമാർ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നാനുള്ള കാരണം. അതിലൊറ്റ കാര്യം പറയാം. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ പുതിയതായി തുടങ്ങിയ, ഇപ്പം ഞാൻ ചാനലിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അങ്ങനെ പല ചാനലുകളിലും ഇരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മലയാളം ചാനലിലെ ആങ്കർ സിംഗമായിരുന്ന ഒരു ആങ്കർ ഉണ്ടായിരുന്നു. അവർ ഇറങ്ങിയിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലുണ്ട്. പേര് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്, വെറുതെ എന്തിനാണ് അവരെ കൂടി എടുത്ത് ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്, അല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ നിരന്തരമായി യൂട്യൂബ് ചാനലുകളിൽ പോയി പണിയെടുക്കാത്ത മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ അവതാരകർ അല്ലെങ്കിൽ മെയിൻ ജേർണലിസ്റ്റുകൾ വളരെ കുറവാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നതും ഇതിൽ നിന്നാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വല്ലാത്തൊരു കഥയിലെ ബാബു രാമചന്ദ്രൻ്റെ വല്ലാത്ത കഥ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ക്യാമറമാൻ സന്ദീപ് ഏട്ടൻ എന്നോട് ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, നിനക്ക് ആ രീതിയിൽ ഒന്ന് റിസർച്ച് ചെയ്ത് പഠിച്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നിട്ട് സന്ദീപ് ഏട്ടൻ എന്നോട് പറഞ്ഞു, ഏഷ്യാനെറ്റിൽ അദ്ദേഹം ഇറങ്ങിയിട്ട് ഒരു യൂട്യൂബ് ചാനലോടെ. ഇപ്പം ഞാൻ അതിശയത്തോടെ സന്ദീപ് ഏട്ടനോട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വൈകിട്ട് റൂമിലേക്ക് ചെന്നിട്ട് സന്ദീപ് ഏട്ടനെ വിളിച്ച് ചോദിച്ചു, എനിക്ക് എൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാമോ, ഒന്ന് നോക്കാനാണ്. കാരണം ഈ തരത്തിൽ നീ ചെയ്ത് നോക്കത് നന്നായിട്ട് ക്ലിക്കാവുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി. സത്യത്തിൽ നല്ല മനോഹരമായി അദ്ദേഹം പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ്. അവിടെയാണ് നമുക്കൊക്കെ അഭിമാനം തോന്നുന്നത്, അല്ലേ? പലരും ഇറങ്ങിയിട്ട് യൂട്യൂബ് ചാനലുകൾ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പല മാധ്യമപ്രവർത്തകർ ഇറങ്ങിയിട്ട് ഇത്തരം യൂട്യൂബ് ചാനലുകൾ തുടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ കൂടിയാണ്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലും ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് ചാനലുകൾ ടി വിയിൽ ലഭിക്കും, അതായത് സാറ്റലൈറ്റ് വഴി ടി വിയിൽ ലഭിക്കും എന്നുള്ളതും, യൂട്യൂബ് ചാനലുകൾ, അതായത് യൂട്യൂബിൽ പലതരത്തിലുള്ള ചാനലുകളുണ്ട്. വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്ന ആളുകളുണ്ട്. അതല്ലാതെ ക്രെഡിബിലിറ്റി നന്നായിട്ട്, പിന്നെ മലയാളം പോലെ നന്നായിട്ട് ക്രെഡിബിലിറ്റി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ചാനലുണ്ട്. അതായത് ജേർണലിസത്തിലൂടെ തന്നെ കൈകാര്യം ചെയ്ത് അതിനെപ്പറ്റി വ്യക്തമായി പഠിച്ചിരിക്കുന്ന ജേർണലിസ്റ്റുകൾ തന്നെ ഇരിക്കുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് മലയാളത്തിലുണ്ട്. അത് എന്താണ്, ഇൻ്റർനെറ്റ് വഴിയാണ് അത് കൊടുക്കുന്നത് എന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫ്ലോറുകൾ, സ്റ്റുഡിയോ, ക്യാമറ, പിന്നെ എഡിറ്റർമാർ, ഇതെല്ലാം ഒരു വ്യത്യാസവും ഒരു കാര്യവും ഇതിലൊന്നും തന്നെ ഇല്ല. മാത്രമല്ല ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ധന്യ പറഞ്ഞതുപോലെ ഇവർക്കെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പൈസ, ധനം, സമ്പത്ത് എന്ന് പറയുന്ന സാധനമാണല്ലോ, അത് കിട്ടുന്നത് ഇവർക്ക് അതിലൂടെയാണ്. അതുകൊണ്ട് ഇവർ സ്വന്തമായിട്ട് പല ജേർണലിസ്റ്റുകളും ചാനലിൽ പോയിരിക്കും, എന്നിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും. വിരമിച്ച ജഡ്ജിമാരടക്കം അത് തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ഒന്നുകൂടെ പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഈ മനോരമ ചാനലിൽ ഷാനി പ്രഭാകരൻ മോദി വിരുദ്ധ എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അവരുടെ ചാനലിൽ ഒരു റിപ്പോർട്ടറാണിപ്പോൾ ഈ ഹിന്ദി സംസാരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ചർച്ച നടത്തിയവരാണ് ഈ ഷാനി പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർക്ക് ഇടയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നമ്മൾ ഹിന്ദിക്കെതിരെ സംസാരിച്ചവരാണ്, അതുകൊണ്ട് ഹിന്ദിയൊക്കെ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നാണക്കേട് നമുക്കാണ് എന്നുള്ളത്. മോദി വിരുദ്ധത പറയുന്നതിനോടൊപ്പം ചില 2-3 ഭാഷകൾ കൈകാര്യം ചെയ്ത് വച്ചിരുന്നാൽ ഇടയ്ക്ക് നമുക്കൊന്ന് പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും.